വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരികയാണ്. രണ്ടാമത്തെ ബ്ലോക്കിന്റെ പേര് കൺസോളിഡേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ. ബ്രിട്ടീഷ് അധികാരം കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ശരിക്കും ബ്രിട്ടീഷുകാർ വന്നു, പക്ഷേ ബ്രിട്ടീഷുകാർ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരിക്കലും ഒരു നിലനിൽപ്പ് ഉണ്ടായിട്ടില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതിനേക്കാളും അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തു എന്നതാണ്. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് എങ്ങനെ ഇവിടെ ഐക്യപ്പെട്ടു. ലോർഡ് വെല്ലസ്ലി എന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പേരാണ്. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയുടെ ഒരു മാസ്റ്ററാക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ സഹായിച്ചു. In the 6 years of his administration, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ 6 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു that the company's primary interest was no longer commercial. കമ്പനിയുടെ പ്രധാനപ്പെട്ട താല്പര്യം ഇവിടെ വന്നിട്ട് കുറെ വ്യാപാരം നടത്തുക എന്നതല്ല. വെല്ലസ്ലി തന്റെ 6 കൊല്ലത്തെ അഡ്മിനിസ്ട്രേഷന്റെ കാലയളവിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വ്യക്തമാക്കിയ നയം എന്തായിരുന്നു? കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ കൊമേഴ്ഷ്യൽ നടത്തുക എന്നതല്ല. ഇവിടെ കൊമേഴ്ഷ്യൽ നടത്തുക എന്നതല്ല, പിന്നെന്താണ്? ഇവിടത്തെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. In India, he achieved a number of success during first years of its administration. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കാലയളവിൽ അദ്ദേഹം ഒരുപാട് വിജയങ്ങൾ നേടി. He claimed that an all India paternalistic despotism was necessary to impose stability on Indian states. അദ്ദേഹം പറഞ്ഞു ഓൾ ഇന്ത്യ പാറ്റേണലിസ്റ്റിക് ഡിപ്പോട്ടിസം, ഒരു ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ് എന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ വാസ് നെസസറി, വളരെ അനിവാര്യമാണ് ടു ഇമ്പോസ് സ്റ്റെബിലിറ്റി ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യ എന്ന് പറയുന്നതിന് മൊത്തം ഒരു വികാരം ഉണ്ടാകണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ ലോർഡ് വെല്ലസ്ലി ഇന്റൻഡിഡ്, അദ്ദേഹം ആഗ്രഹിച്ചു to bring all Indian states under British control. എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റുകളെയും ബ്രിട്ടീഷ് കൺട്രോളിന്റെ കീഴിൽ കൊണ്ടുവരണം എന്ന് ലോർഡ് വെല്ലസ്ലി ആഗ്രഹിച്ചു. മാത്രമല്ല, ഇത് നേടിയെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ 2 കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ഒന്ന്, ഇന്ത്യൻ ഭരണാധികാരികൾക്കിടയിൽ ഉണ്ടായിരുന്ന അനൈക്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ, ഇന്ത്യൻ ഭരണാധികാരികൾക്കിടയിൽ ഉണ്ടായിരുന്ന അനൈക്യം. 2, it was easy to bring these states into a system of subsidiary alliances. ഇവിടെയുള്ള എല്ലാ സ്റ്റേറ്റുകളുമായിട്ടും അദ്ദേഹം ഒരു സഖ്യം ഭരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു സബ്സിഡിയറി അലയൻസ് നിർമ്മിക്കുകയും ഇന്ത്യൻ ഭരണാധികാരികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ അനൈക്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയെ കൺസോളിഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം, അതായത് നമ്മൾ അതിൻ്റെ എന്താ പറയാ, ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണം. ഇതിൽ ലോർഡ് വെല്ലസ്ലിയുടെ അഡ്മിനിസ്ട്രേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6 കൊല്ലം അദ്ദേഹം ഈ രാജ്യത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഭരിച്ചു. ആ 6 കൊല്ലത്തിനുള്ള അദ്ദേഹം തന്നെ നയം വ്യക്തമാക്കി. നയം എന്തായിരുന്നു? നമ്മളിവിടെ കൊമേഴ്ഷ്യലിന് വന്നവർ മാത്രമല്ല, ഈ രാജ്യം ഭരിക്കാൻ കൂടി വന്നവരാണ്. ഓക്കെ, നമുക്കിനി വെല്ലസ്ലിയെ പറ്റി പഠിക്കാം.
വെല്ലസ്ലി ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് 1798 1798 ഈ 1798 എന്ന് പറഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഗ്ലോബൽ ബാറ്റിൽ എന്ന് പറയാം, ഒരു ആഗോള യുദ്ധം. ആരാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ലോകത്തിൽ തെളിയിക്കാൻ വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 1798. ഈ കാലയളവിലാണ് നമ്മുടെ ലോർഡ് വെല്ലസ്ലി ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. മാത്രമല്ല, ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ അണ്ടർവെന്റ് എ സിഗ്നിഫിക്കന്റ് എക്സ്പാൻഷൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം കുറെ കൂടി വിശാലമായി. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നർത്ഥം. ദ ബ്രിട്ടീഷ് ഹാഡ് അപ് ടു ദാറ്റ് പോയിന്റ്, ബ്രിട്ടീഷുകാർക്ക് ആ ഒരു സമയം വരെ കാത്തിരിക്കേണ്ടിയിരുന്നു. adhere to the principle of consolidating their successes and resources in India. ഇന്ത്യയിലെ വിജയങ്ങളെയും ഇന്ത്യയിലെ റിസോഴ്സസുകളെയും കൺസോളിഡേറ്റ് ചെയ്യണമെങ്കിൽ അത്തരം ഒരു സമയം വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. And expanding their territory only when it is possible to do so without endangering the main Indian powers. ഇത് അവർക്ക് സാധിക്കണമെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പവേഴ്സുകളെ വിതൗട്ട് എൻഡേഞ്ചറിങ്, അപകടപ്പെടുത്താതെ ഇന്ത്യയിൽ നിർണിതമായുള്ള ചില വിജയങ്ങൾ നേടിയെടുത്താൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അതുവരെ അവർ കാത്തിരുന്നു. അപ്പോ അന്നത്തെ ലോർഡ് വെല്ലസ്ലി വരുന്ന ആ ഒരു സമയമാണ് അതിനെ പറ്റിയൊരു ടൈം. അദ്ദേഹം ചെയ്ത പണി എന്താ വെച്ചാൽ, അന്നത്തെ കാലഘട്ടത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളുണ്ട്, ദ 2 ബിഗസ്റ്റ് ഇന്ത്യൻ എംപയേഴ്സ്. അത് മൈസൂർ ആൻഡ് മറാത്താസ് ആണ്. മറാത്തി ഭരണവും മൈസൂർ ഭരണവും. മൈസൂർ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താനാണ്, മറാത്ത ശിവാജികളുടെ ഭരണമാണ്. ദ 2 ബിഗസ്റ്റ് ഇന്ത്യൻ എംപയേഴ്സ്. ആ കാലഘട്ടം അപ്പോഴേക്കും മുഗളൊക്കെ പോയി കേട്ടോ, ചിത്രത്തിൽ നിന്ന് പോയി തുടങ്ങി. അപ്പോൾ വെല്ലസ്ലി ഇന്ത്യയിലേക്ക് വരുന്നൊരു സന്ദർഭത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട 2 ശക്തികൾ മൈസൂരും മറാത്തികളുമാണ്. അവർക്ക് 1797 ആയപ്പോഴേക്കും അവരുടെ ഇൻഫ്ലുവൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ 1600 700 ആയപ്പോഴേക്കും മുഗൾ ഭരണകൂടം ഒരു പരിധിവരെ വിട്ടുപോയി. 1797 ആയപ്പോഴേക്കും മറാത്തികളും പിന്നെ മൈസൂരുമാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഭരണകൂടങ്ങൾ. അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം വളരെ, അതിൻ്റെ ഇൻഫ്ലുവൻസും നഷ്ടപ്പെട്ടു പോയി. 1798 വെല്ലസ്ലി ഇന്ത്യയിലേക്ക് വരുന്നത്. പറ്റിയ സാഹചര്യമാണല്ലോ. ഇന്ത്യസ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് വാസ് ഫേവറബിൾ ഫോർ എൻ എക്സ്പാൻഷനിസ്റ്റ് അജണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ആവശ്യമായുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നർത്ഥം. ബിക്കോസ് ഇറ്റ് വാസ് സിമ്പിൾ ആൻഡ് പ്രോഫിറ്റബിൾ ടു ബി. എന്തുകൊണ്ടാണ് ഇറ്റ് വാസ് സിമ്പിൾ ആൻഡ് പ്രോഫിറ്റബിൾ ടു ബി അഗ്രസീവ്? ഈ കാലയളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഒക്കെ ഇങ്ങനെ ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ കാലയളവിൽ വേണമെങ്കിൽ നമുക്ക് അഗ്രസീവ് ആകാം എന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിച്ചേർന്നു. അഡീഷണലി, മാത്രമല്ല, ബ്രിട്ടൻസ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ക്ലാസസ് wanted to see their country grow strong and powerful in India. ബ്രിട്ടനിലെ കൊമേഴ്സ്, വ്യാപാരപരമായ ഇൻഡസ്ട്രിയൽ ക്ലാസസ്, വാണിജ്യപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്. അവര് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് വളരുന്നത് കാണാൻ അവർ താല്പര്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെല്ലസ്ലി ഇന്ത്യയിലേക്ക് വരുന്നത് കൊല്ലം ഓർത്തുവെക്കുക 1798. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ആവശ്യമായ അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം മുഗൾ സാമ്രാജ്യം ഏറെക്കുറെ തകർന്നുപോയി. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭരണകൂടങ്ങളാണ് മൈസൂർ ഭരണകൂടവും അതേപോലെ തന്നെ മറാത്ത ഭരണകൂടവും.
1797 ആയപ്പോഴേക്കും ഈ മൈസൂർ ഭരണകൂടവും മറാത്ത ഭരണകൂടവും തകർന്നുപോയി. അതിന്റെ ഇൻഫ്ലുവൻസ് ഏറെക്കുറെ നഷ്ടപ്പെട്ടു എന്നർത്ഥം. 1797 വെല്ലസ്ലി ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ ഇതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല റൈറ്റ് ടൈം എന്നവർക്ക് മനസ്സിലായി. ഇനി അവരുടെ സബ്സിഡിയറി അലയൻസിനെ പറ്റി പറയാം. വെല്ലസ്ലി യൂസ്ഡ് 3 സ്ട്രാറ്റജീസ്. വെല്ലസ്ലി 3 സ്ട്രാറ്റജീസുകൾ ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്കൽ ഗോൾസ് അക്കംപ്ലിഷ് നേടാൻ വേണ്ടിയിട്ട്. 3 സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം, നോട്ട് ചെയ്ത് വെക്കണം. വെല്ലസ്ലി 3 സ്ട്രാറ്റജീസുകൾ ഉപയോഗിച്ചു. എന്തൊക്കെയാണ്? ഒന്ന്, ദ സബ്സിഡിയറി അലയൻസ് സ്ട്രക്ചർ. സബ്സിഡിയറി അലയൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചില ശക്തികളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക. അതാണ് സബ്സിഡിയറി അലയൻസ് സ്ട്രക്ചർ. അതെങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് പറയാം. 2, ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ്, നേരെ യുദ്ധം നടത്തുക. 3, അനക്സേഷൻ ഓഫ് ഫോർമർലി സബ്ജുഗേറ്റഡ് മൊണാർക്സ് ലാൻഡ്സ്. മുമ്പ് ഇവിടെ വളരെയധികം നിന്നിരുന്ന പ്രഭുക്കന്മാരുടെ മറ്റുള്ളവരുടെയും ലാൻഡുകൾ പിടിച്ചെടുക്കുക, അതിനാവശ്യമായ നിയമവൽക്കരണം നടത്തുക. ഈ 3 കാര്യങ്ങളിലൂടെയാണ്, ഈ 3 സ്ട്രാറ്റജികളാണ് അദ്ദേഹത്തിന്റെ ഗോൾസുകൾ നേടാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. ഏതൊക്കെയാണ്? ഒന്ന്, ദ സബ്സിഡിയറി അലയൻസ് സ്ട്രക്ചർ, ഇന്ത്യയെ പ്രധാനപ്പെട്ട ശക്തികളുമായിട്ട് ഒരു അലയൻസ് നിർമ്മിക്കുക. 2, ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ്, നേരിട്ട് യുദ്ധം നടത്തുക. 3, അനക്സേഷൻ ഓഫ് ഫോർമർലി സബ്ജുഗേറ്റഡ് മൊണാർക്സ് ലാൻഡ്സ്, ഇവിടെ മുമ്പുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ ലാൻഡിൽ ആവശ്യമായ ഇടപെടൽ നടത്തുക. Even though the custom of providing an Indian ruler with a paid British force, ഒരു പെയ്ഡ് ബ്രിട്ടീഷ് ഫോഴ്സ്, അതായത് ഇന്ത്യൻ ഭരണാധികാരികൾ ബ്രിട്ടീഷുകാർക്ക് പൈസ കൊടുത്ത് അവരുടെ ആർമിയെ ഉപയോഗിക്കുക, അങ്ങനെ ഒരു സംവിധാനം എന്ന് പറഞ്ഞ റിലേറ്റീവ്ലി ഓൾഡ്. അത് വളരെ പഴയൊരു സംവിധാനമാണ്. ബ്രിട്ടീഷുകാർക്ക് ഒരു സൈന്യമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരികൾക്ക് മറ്റൊരു ഭരണാധികാരിയെ തോൽപ്പിക്കാനോ തകർക്കാനോ ഒരു സൈന്യം ആവശ്യമാണെങ്കിൽ അവർ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ കടം പിടിക്കും, അതിന് പൈസയും കൊടുക്കും. അങ്ങനെ ഒരു സമ്പ്രദായം ആണ് അതുവരെ ഉണ്ടായിരുന്നത്. അത് വളരെ ഓൾഡ്, റിലേറ്റീവ്ലി ഓൾഡാണ്. അപ്പോൾ വെല്ലസ്ലി ഗേവ് ഇറ്റ് എ ക്ലിയർ ഷേപ്പ്. വെല്ലസ്ലി അതിന് വേറൊരു ഷേപ്പ് കൊടുത്തു. എന്താണ് രൂപം കൊടുത്തു? എന്താണ് രൂപം? ബൈ യൂസിങ് ഇറ്റ് ടു സബ്ജക്ട് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ടു ദി കമ്പനി സുപ്രീം അതോറിറ്റി. ഇന്ത്യൻ സ്റ്റേറ്റുകൾ കമ്പനിയുടെ സുപ്രീം അതോറിറ്റിയെ അംഗീകരിച്ചാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ കമ്പനിയെ ഒരു സ്റ്റേറ്റ് ആയിട്ട് കാണുകയും അതുമായിട്ട് ആവശ്യമായ കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ അവർ സൈന്യം കൊടുക്കൂ എന്ന് വന്നു. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു ടെറിട്ടറിക്കുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ ആവശ്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? They have to give the permanent stationing of a British military within his territory. അദ്ദേഹത്തിന്റെ ടെറിട്ടറിയുടെ കീഴിൽ അദ്ദേഹം ഒരു പെർമനന്റ് സ്റ്റേഷനിങ് കൊടുക്കണം. അതായത് ബ്രിട്ടീഷ് ആ സൈന്യത്തിന് അവിടെ താമസിക്കാനും മറ്റു സൗകര്യങ്ങൾക്ക് ഏർപ്പാടാക്കി കൊടുക്കണം എന്ന് തോന്നും. മാത്രമല്ല, പേ എ സ്റ്റൈപ്പൻഡ് ഫോർ ഇറ്റ്സ് അപ്കീപ് അണ്ടർ ഹിസ് സബ്സിഡിയറി അലയൻസ് അറേഞ്ച്മെന്റ്. മാത്രമല്ല, ആവശ്യമായിരിക്കുന്ന സ്റ്റൈപ്പൻഡ് കൊടുക്കണം, പൈസയും കൊടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കാൻ പറഞ്ഞു. ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നത് ഫോർ ഹിസ് സേഫ്റ്റി, അദ്ദേഹത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ബട്ട് വാസ് ആക്ച്വലി എ വേ ഫോർ ഇന്ത്യൻ മൊണാർക്ക് ടു പേ ട്രൈബ്യൂട്ട് ടു ദ കമ്പനി. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഈ കമ്പനിക്ക് ഒരു ട്രൈബ്യൂട്ട് കൊടുക്കണം, ഒരു ആദരവ് കൊടുക്കണം എന്നതിന്റെ വേറൊരു ഭാഗമായിരുന്നു നമ്മൾ കാണുന്നത്. In certain cases, the ruler ceded some of his land in lieu of making a yearly subsidy payment. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ സൈന്യത്തെ ഉപയോഗിക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ, ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ ഒരു സൈന്യത്തെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടത്തെ ഭരണാധികാരി ആ ബ്രിട്ടീഷുകാർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, അവർക്ക് സ്റ്റൈപ്പൻഡും കൊടുക്കണം. അത് വലിയ തുകയാണ്. ആ സ്റ്റൈപ്പൻഡ് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ they have to give their land. അവർക്ക് അവരുടെ ലാൻഡ് കൊടുക്കേണ്ടി വരും. ആ ലാൻഡിൽ അധികാരം പിന്നാർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. The subsidiary treaty also frequently stipulated that
the Indian ruler would consent to the posting of a British resident to his court. അപ്പോൾ ഇവരുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ട്രീറ്റ് നിർമ്മിക്കേണ്ടി വരും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഈ ഭരണാധികാരിക്ക് ഒരു ട്രീറ്റ് നിർമ്മിക്കണം, എന്നാലേ അവർക്ക് അവിടെ ഈ സഹായങ്ങളൊക്കെ കൊടുക്കുള്ളൂ. ആ ട്രീറ്റിയുടെ ഒരു ഭാഗമാണ് ടു പോസ്റ്റിംഗ് ഓഫ് എ ബ്രിട്ടീഷ് റെസിഡന്റ് ടു ഹിസ് കോർട്ട്. അദ്ദേഹത്തിന്റെ കോടതിയിൽ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു ബ്രിട്ടീഷ് റെസിഡന്റ് വേണം. ദാറ്റ് ഹി വുഡ് നോട്ട് ഹയർ എനി യൂറോപ്യൻസ് വിതൗട്ട് ബ്രിട്ടീഷ് കൺസെന്റ്. ബ്രിട്ടീഷുകാരുടെ സമ്മതം കൂടാതെ, ആ ബ്രിട്ടീഷുകാരുടെ സമ്മതം കൂടാതെ ഒരു യൂറോപ്യനെയും ഇവർ ഹയർ ചെയ്യാൻ പാടില്ല, ബ്രിട്ടീഷുകാരല്ലാത്ത ഒരാളെയും ഹയർ ചെയ്യാൻ പാടില്ല. ആൻഡ് ദാറ്റ് ഹി വുഡ് നോട്ട് എൻഗേജ് ഇൻ നെഗോഷിയേഷൻ വിത്ത് എനി അതർ ഇന്ത്യൻ റൂളേഴ്സ് വിതൗട്ട് ഫസ്റ്റ് സീക്കിംഗ് ദ ഗവർണേഴ്സ് അപ്രൂവൽ. ഈ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഗവർണറുടെ അപ്രൂവൽ ഇല്ലാതെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റുമായിട്ടും ഒരു എൻഗേജ്മെന്റും പാടില്ല. ഈ രണ്ട് നിബന്ധന ഉണ്ടായിരുന്നത്. അപ്പൊ എന്തുണ്ടായിരുന്നു? ട്രീറ്റ് ഏർപ്പെടുമ്പോൾ എന്താ നിബന്ധന എന്താണ്? ഒന്ന്, ഒരു ബ്രിട്ടീഷ് റെസിഡന്റ് അവരുടെ കോർട്ടിൽ ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തത് എന്താണ്? ഈ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഈ റെസിഡന്റിന്റെ കൺസെന്റ് കൂടാതെ ഒരു യൂറോപ്യൻ ശക്തിയെയും അവർ ഹയർ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ നിബന്ധന എന്താണ്? ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഭരണാധികാരികളുമായിട്ട് എന്തെങ്കിലും തരത്തിൽ നെഗോഷിയേഷൻസ് ഉണ്ടാകണമെങ്കിൽ അതിനാദ്യം ഈ ഗവർണർ അപ്രൂവൽ മേടിക്കണം. ഇൻ റിട്ടേൺ പകരം എന്ത് ചെയ്യും? ബ്രിട്ടീഷ് അഗ്രി ടു പ്രൊട്ടക്ട് ദ കിങ് അഗെയിൻസ്റ്റ് ഹിസ് അഡ്വൈസറീസ്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ എന്തു വന്നാലും ഞങ്ങൾ സംരക്ഷിക്കും. അയാൾക്കത് പോരെ. ഉദാഹരണം, ഒരു മറാത്ത ഭരണാധികാരിയെ എന്തു വന്നാലും, വേറെ ആക്രമിച്ചാലും അവരെ തിരിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരെ? ബ്രിട്ടീഷ് സൈന്യമായിരിക്കും. പക്ഷെ ഈ മൂന്ന് നിബന്ധന അവിടെ ഉണ്ടാവണം. അഡീഷണലി ദേ പ്രോമിസ്ഡ് നോട്ട് ടു മെഡിൽ ഇൻ ദ ഇന്റേണൽ ഇഷ്യൂസ് ഓഫ് ദ അലി സ്റ്റേറ്റ്. അതേസമയം തന്നെ അവർ വേറൊരു കാര്യം കൊണ്ട് പ്രോമിസ് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർക്ക് സഖ്യമുള്ള സ്റ്റേറ്റുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഭ്യന്തര തർക്കമുണ്ടാവുക, അത് ഞങ്ങൾ ഇടപെടില്ല. പക്ഷെ അത് പലപ്പോഴും തെറ്റിച്ചു. പലപ്പോഴും അവർ അതിൽ ഇടപെടുകയും ചെയ്തു. അപ്പൊ ഇതാണ് സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരിയുമായിട്ട് ഒരു സബ്സിഡിയറി അലയൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ആ സ്റ്റേറ്റിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന സൗകര്യം എന്താണ്? അവരുടെ നാട്ടിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം. ഒന്ന്. രണ്ട്, അവർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ കഴിയാതെ വന്നാൽ ചിലപ്പോൾ ലാൻഡിന്റെ കൊടുക്കേണ്ടി വരും. അത് വേറൊരു ഭാഗം. ബ്രിട്ടീഷുകാര് പറയുന്ന വാക്ക്, പ്രോമിസ് എന്താണ്? എന്ത് വന്നാലും നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, നിങ്ങളുടെ രാജാധികാരം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇനി പ്രോമിസ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ റൂളർ ബ്രിട്ടീഷുകാർ കൊടുക്കേണ്ട പ്രോമിസ് എന്താണ്? നിങ്ങളുടെ റെസിഡന്റിൽ നിങ്ങളുടെ കോർട്ടിൽ ഞങ്ങളുടെ റെസിഡന്റ് ഉണ്ടാവണം. വേറൊരു യൂറോപ്യൻ ശക്തിയുമായിട്ടോ ഒരിക്കലും ഞങ്ങളെ സമ്മതം കിട്ടാതെ നിങ്ങൾ അവർ ഹയർ ചെയ്യാൻ പാടില്ല. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റുമായിട്ട് നിങ്ങൾക്ക് നെഗോഷിയേഷൻ നടത്തണമെങ്കിൽ ഞങ്ങളെ സമ്മതം വേണം, ഈ ഗവർണർ അപ്രൂവൽ വേണം. ഈ മൂന്ന് നിബന്ധനയാണ് മുന്നോട്ട് വെച്ചത്. പകരം പ്രോമിസ് ചെയ്തത് എന്ത് വന്നാലും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. ഇനി ഈ സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസർ ഫോർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ അന്ത്യമാണ്, ദുരന്തമായിരുന്നു ഈ സബ്സിഡിയറി അലയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇന്ത്യൻ സ്റ്റേറ്റ് ഈ സബ്സിഡിയറി അലയൻസ് ഒപ്പിട്ടപ്പോൾ ഇറ്റ് ഈസ് എസെൻഷ്യലി ഹാൻഡിലിംഗ് അവേ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ്. സത്യം പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക ചെയ്തത്, അല്ലേ? അതന്നല്ലേ ഇപ്പോൾ ഉള്ളത്. ഇറ്റ് ലോസ്റ്റ് ദ എബിലിറ്റി ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ്. അതിനെ സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നർത്ഥം. അവര് പിന്നെ അവരത് ഡിഫെൻഡ് ചെയ്യാനും അവരെ രാജ്യം കാക്കാനൊക്കെ ആര് ഉപയോഗിച്ചു? ബ്രിട്ടീഷുകാർ ഉപയോഗിക്കേണ്ടി വന്നു. മെയിൻറ്റെയിൻ ഡിപ്ലോമാറ്റിക് ടൈസ്. അവർക്ക് ഒരു ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ മറ്റു സ്റ്റേറ്റുമായിട്ട് ഉണ്ടാക്കാമായിരുന്നു, അത് അവസാനിച്ചു പോയി. അതുപോലെ ഹയർ ഫോറിൻ എക്സ്പെർട്ടൈസ്. വിദേശത്തു നിന്നുള്ള വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഹയർ ചെയ്യാമായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ആൻഡ് ആർബിട്രേറ്റഡ് ഡിസ്പ്യൂട്ട്സ് വിത്ത് ഇറ്റ്സ് നൈബേഴ്സ്. അവരുടെ അയൽവാസികളുമായിട്ട് അവർക്ക് തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിൽ അവർക്ക് മധ്യസ്ഥത വഹിക്കാൻ സാധിക്കുമായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ ആർക്ക്? ഇൻഫാക്ട് ദ ഇന്ത്യൻ കിങ് ലോസ്റ്റ്. ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ഈ വിദേശത്തുള്ള രാജ്യങ്ങളുമായിട്ടുള്ള, വിദേശത്തെ രാജ്യത്തിന്റെ ആളുകളുമായിട്ടുള്ള ആ ഒരു അതോറിറ്റി, ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയി. അത് ആർക്ക് പണയം വെക്കേണ്ടി വന്നു? ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷ് റെസിഡന്റ് നമ്മൾ പണയം വെക്കേണ്ടി വന്നു. ബ്രിട്ടീഷ് റെസിഡന്റ്, ബ്രിട്ടീഷ് ഗവർണർക്ക് നമ്മൾ പണയം വെക്കേണ്ടി വന്നു. അയാളാണ് ഗവൺമെന്റ് മറ്റൊരു രാജ്യവുമായിട്ട് ഇടപെടണമെങ്കിൽ ആ ഇടപെടൽ മധ്യസ്ഥ വഹിക്കുന്നത് പിന്നെ ബ്രിട്ടീഷ് ഗവർണറായിട്ട് മാറി.
The British provided supplementary army came at a very high expense. സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർ കുറേ സപ്ലിമെന്ററി ആർമികളെ കൊണ്ടുവന്നു. അവരുടെ സൈന്യത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നു. അതിന് ഭയങ്കര ചെലവുണ്ടായി. That was actually much more than the state's means of support. അത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റുമായിട്ട് എന്തെങ്കിലും ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റേറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി ആയിരുന്നില്ല ആ സൈന്യം വന്നിരുന്നത്. പക്ഷേ വരുന്നത് സ്റ്റേറ്റിന്റെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് ഇതിന് പൈസ കൊടുക്കേണ്ടി വരും. Payment of the arbitrarily fixed and artificially inflated subsidy always caused the state's economy to suffer and left its citizen in poverty. ബ്രിട്ടീഷുകാർ ഇങ്ങനെ സൈന്യം കൊണ്ടുവരും. എന്തിനാണ് സൈന്യം കൊണ്ടുവരുന്നത്? ഈ രാജ്യത്തെ നിങ്ങൾ ഈ റൂളറെ സംരക്ഷിക്കാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പൈസ കൊടുക്കണം. സ്വാഭാവികമായിട്ട് ആ രാജ്യത്തിലെ ഭരണാധികാരികൾ അങ്ങേയറ്റത്തെ പ്രോവർട്ടിയിലേക്ക് പോയി. The armies of the protected states were disbanded as a result of the system of subsidiary alliances. അങ്ങനെ millions of soldiers and officers lost their inherited means of support, causing suffering and degradation throughout the nation. ഒരുപാട് പട്ടാളക്കാർ, സൈനികന്മാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം വന്നതോടുകൂടി പിന്നെ ഈ രാജ്യക്കാർക്കൊന്നും ഇവിടെ ഒരു സൈന്യത്തിൽ ചേരാൻ കഴിയാതെ വന്നു. മാത്രമല്ല, they no longer feared their citizens. ഈ രാജ്യത്തിലെ പൗരന്മാരെ ബ്രിട്ടീഷുകാർ പിന്നെ പേടിക്കാതെയായി. The leaders of protected regimes, ഈ ഭരണാധികാരി, ബ്രിട്ടീഷുകാർ കാക്കാമെന്ന് പറഞ്ഞ, സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ഭരണാധികാരികൾ, അവർ പിന്നെ ഈ പൗരന്മാരെ എല്ലാം നിരാകരിക്കുകയും ചെയ്തു. ഈ രാജാക്കന്മാർ കംപ്ലീറ്റ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ സഹായിക്കുകയും ചെയ്തു. ഇതപ്പം ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സബ്സിഡിയറി അലയൻസ് 2-3 കാര്യങ്ങൾ നടത്തി. ഒന്ന്, ആ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും നഷ്ടപ്പെടുത്തി. ഏതൊക്കെ തരത്തിലുള്ള അധികാരങ്ങൾ നമ്മൾ പറഞ്ഞു? 5 തരത്തിലുള്ള അധികാരങ്ങൾ പറഞ്ഞു. ആ 5 തരത്തിലുള്ള അധികാരങ്ങൾ നഷ്ടപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, പിന്നെ അവരുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ടാക്കി. കാരണം ആവശ്യമില്ലാത്ത അനാവശ്യമുള്ള കുറേ സൈനികർ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവരുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ടാക്കി. 3, അവരുടെ നാട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് സൈന്യം എന്ന് പറയുന്ന പണി ഉണ്ടായിരുന്നു നേരത്തെ, അതില്ലാതെ പോയി. ഇനി പ്രധാനപ്പെട്ട ചില സബ്സിഡിയറി അലയൻസസ് ഏതൊക്കെയാണെന്ന് പറയാൻ പോകണം നമ്മൾ. ഒന്ന്, സബ്സിഡിയറി അലയൻസ് അഡ്വാൻറ്റേജ് ടു ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ അനുകൂലമായിരുന്നു. ഈ സബ്സിഡിയറി അലയൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് ദുരന്തമാണ്, ബ്രിട്ടീഷുകാർക്കോ അഡ്വാൻറ്റേജ് ആണ്. ബ്രിട്ടീഷുകാർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്സിഡിയറി അലയൻസ് അറേഞ്ച്മെന്റിന് ഒരുപാട് നേട്ടം കൊയ്തു. ഇപ്പോ അവർക്ക് ഒരു സൈസബിൾ ആർമി അവിടെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആർമി നിലനിർത്താൻ കഴിഞ്ഞു. Since every conflict would take place in the territory of either the British ally or the British enemy. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി സംഘർഷം നടക്കുന്നത് ഒന്നുകിൽ ബ്രിട്ടീഷുകാരന്റെ ശത്രുവുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരന്റെ സഖ്യകക്ഷിയുമായിട്ടായിരിക്കും. അപ്പോൾ they were allowed to fight wars far from their own borders. ഈ രാജ്യത്തിന്റെ ബോർഡറിൽ നിന്നുകൊണ്ട് അവർക്ക് യുദ്ധം നടത്താൻ പറ്റാൻ അനുവാദം കൊടുത്തു. They were in charge of the protected allies' defense and foreign policy, and they had a strong force stationed right in the middle of their territory. ഏത് ഭരണാധികാരിയുടെ നാട്ടിലാണ് അവർ താമസിക്കുന്നത്, അതിന്റെ മിഡിലാണ് അവർ നിൽക്കുക. ആ മിഡിൽ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ആരുമായിട്ടും യുദ്ധം ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം അവിടെ നിലവിൽ വന്നു. അപ്പോ സ്വാഭാവികമായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ഒന്നെങ്കിൽ തങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. കാരണം ഇവരുടെ അത്രയും ശക്തിയുണ്ട്. ചിലപ്പോ അവർ യുദ്ധം നടത്താൻ ഒരു സഖ്യകക്ഷിയായിരിക്കും. ആ സഖ്യകക്ഷിയും ചിലപ്പോൾ ഇവർക്ക് പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും. സ്വാഭാവികമായിട്ട് ഈ സബ്സിഡിയറി അലയൻസ് കൊണ്ട് ലാഭം ആർക്ക് മാത്രമാണ്? ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ്. നമ്മൾ നിസാമുമായിട്ടാണ് ഇവർ ആദ്യമായിട്ട് സബ്സിഡിയറി അലയൻസ് നടത്തുന്നത്. 1798 ലോർഡ് വെല്ലസ്ലി സൈൻഡ് ഇനീഷ്യൽ സബ്സിഡിയറി അഗ്രിമെന്റ്. ആദ്യത്തെ സബ്സിഡിയറി അഗ്രിമെന്റ് നടത്തുന്നത് വിത്ത് ദ നിസാം ഓഫ് ഹൈദരാബാദ് നിസാമുമായിട്ടാണ്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തോട് പറഞ്ഞത്,
വി വിൽ പ്രൊട്ടക്ട് ദ സ്റ്റേറ്റ് ഫ്രം മറാത്ത ഇൻകേഷൻസ്. മറാത്തക്കാരുടെ അക്രമങ്ങളിൽ നിന്ന് ഈ സ്റ്റേറ്റ് ഞങ്ങൾ എപ്പോഴും ഡിഫെൻഡ് ചെയ്യും. നിസാം ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു വരാൻ മറാഠക്കാരാണ്. അപ്പോൾ മറാഠക്കാരിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ എപ്പോഴും സംരക്ഷിക്കും എന്ന് ഇവർ വാക്കുകൊടുത്തു. അങ്ങനെ ദ നിസാം വാസ് റിക്വയർഡ്. അങ്ങനെ നിസാമിനോട് ഇവർ പറഞ്ഞു ടു റിമൂവ് ഹിസ് ഫ്രഞ്ച് ട്രെയിൻഡ് സോൾജേഴ്സ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഫ്രാൻസുകാർ ട്രെയിൻ ചെയ്ത പട്ടാളക്കാരുണ്ടായിരുന്നു. ആ പട്ടാളക്കാരോട് റിമൂവ് ചെയ്യണം എന്ന് നിസാമിനോട് പറഞ്ഞു. വൈൽ മെയിൻറ്റെയിനിങ് സപ്ലിമെന്ററി ആർമി ഓഫ് 6 ബറ്റാലിയൻസ്. അതേസമയം തന്നെ ഒരു 6 ബറ്റാലിയൻ ടീം, ബ്രിട്ടീഷുകാർ ടീം അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്തു. 1800 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടിയിൽ അവർ പറഞ്ഞത് ഞങ്ങൾ കുറച്ചുകൂടി ഫോഴ്സിനെ കൊണ്ടുവരാം, സബ്സിഡിയറി ഫോഴ്സ് ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ സബ്സിഡിയറി ഫോഴ്സിനെ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ചുകൂടി സൈന്യം ഇവിടെ വന്നു. ആദ്യം 1 ലക്ഷം സൈന്യക്കാരാണെങ്കിൽ ഇപ്പോൾ 2 ലക്ഷമായിട്ടുണ്ടാവും. മാത്രമല്ല സബ്സിഡിയറി ഫോഴ്സ് കൊണ്ടുവന്നത് മാത്രമല്ല, നിസാമിനോട് പറഞ്ഞു ടു ഗിവ് ദ കമ്പനി എ പോർഷൻ ഓഫ് ഹിസ് ഹോൾഡിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് മണി. പണത്തിന് പകരം നിങ്ങളുടെ കുറച്ച് ലാൻഡ് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ടി വന്നു. കാരണം കൊടുത്തിട്ടില്ലെങ്കിൽ മറാഠക്കാർ അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥാനമൊഴിപ്പിക്കും. മറാഠക്കാർ അദ്ദേഹത്തെ വന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തും. ചിലപ്പോൾ ഈ ബ്രിട്ടീഷുകാർ മറാഠക്കാരെ കൂടെ നിൽക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് തന്റെ അധികാരം നഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർ പറഞ്ഞത് കേൾക്കേണ്ടി വന്നു. ഇനി ഇതാണ് നിസാമിന്റെ നവാബുമായിട്ട് നടത്തിയ സബ്സിഡിയറി അലയൻസ്. അടുത്തത് അവധിലെ നവാബുമായിട്ട് ഒരു സബ്സിഡിയറി അലയൻസ് നടത്തി 1801 അടുത്ത കൊല്ലം. അവധിലെ നവാബ് വാസ് കമ്പൽ ടു റാറ്റിഫൈ സബ്സിഡിയറി ട്രീറ്റി. അദ്ദേഹവുമായിട്ടൊരു സബ്സിഡിയറി ട്രീറ്റി നടത്തേണ്ടി വന്നു. അതിലെന്ത് ചെയ്തു? അതില് നവാബിനോട് അവർ ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ പകുതി കൊടുക്കണം എന്നാണ്. ഹാഫ് ഓഫ് ഹിസ് എംപയർ, അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ പകുതി കൊടുക്കണം. വിച്ച് ഇൻക്ലൂഡഡ്, അതിൽ ഏതൊക്കെ പെടും? റോഹിൽഗഞ്ച് ആൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ഗംഗ ആൻഡ് യമുന. ഗംഗയുടെയും യമുനയുടെയും ഇടയിലുള്ള സ്ഥലം. ഇൻ എക്സ്ചേഞ്ച് ഫോർ എ ലാർജർ സബ്സിഡിയറി ഫോഴ്സ്. ഇനിയും ഞങ്ങൾ സൈന്യം ഇവിടെ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഏരിയ, അതായത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ പകുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം എന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല നവാബിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ സ്ഥലങ്ങൾ കംപ്ലീറ്റ് പോയി. ബ്രിട്ടീഷുകാര് ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് അംഗീകരിക്കേണ്ടി വന്നു, അനുസരിക്കേണ്ടി വന്നു. അല്ല എന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കും എന്നൊരവസ്ഥ വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 നവാബുമായിട്ട് നടന്ന ഒരു സബ്സിഡിയറി അലയൻസ് ആണ്. ഒന്ന് നിസാമുമായിട്ട്, അവധിലെ നവാബുമായിട്ട്. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കാണ് വലിയ ലാഭം ഉണ്ടായത്. ഓക്കെ, യെസ്. ഇനി ഒരു 3 യുദ്ധങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ യുദ്ധങ്ങൾ കൂടി പറഞ്ഞാൽ ഈ പാഠം ഇവിടെ അവസാനിക്കും. നമുക്കത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിപ്പോൾ തീരില്ല. ഓക്കെ റൈറ്റ്, അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ, അവസാനിപ്പിക്കും.